വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളും പഠനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് മലയാളികൾ എന്ന നിലയിൽ കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയ്ക്കുള്ളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ചരിത്രവും. അപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെട്ട ഒരു ജീവിതക്രമമുണ്ട്. വിദ്യാഭ്യാസ മേഖല പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും പള്ളിക്കൂടങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകൾ നമ്മൾ കാണുന്നു. വായനശാലകളുടെ എണ്ണം കുറേയധികം കാണുന്നു. ലിറ്ററസി റേറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ കാണുന്നു. പെൺകുട്ടികളുടെ ലിറ്ററസി റേറ്റ് പരിശോധിക്കുമ്പോൾ അവിടെയും നമ്മൾ മുൻപിലാണ് നിൽക്കുന്നത്. എന്ന് തുടങ്ങി വിദ്യാഭ്യാസ മേഖലയുടെ ആധുനിക വിദ്യാഭ്യാസ മേഖലയുടെ എന്ത് അളവുകോലുകൾ കൊണ്ട് അളന്നാലും അതിലെല്ലാം വലിയ ഒരു മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ജീവിതക്രമവും ആയിട്ടാണ് നമ്മൾ മലയാളികൾ ജീവിക്കുന്നത്. ഈ സാമൂഹ്യശാസ്ത്രത്തിലെ ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് മലയാളികൾക്ക് ഇങ്ങനെ ഒരു സംസ്കാരം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംസ്കാരം എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമേവൻ. അപ്പം അതിനുള്ളൊരു മറുപടിയായി എല്ലാവിധ ചരിത്രകാരന്മാരും ഒന്നടങ്കം പറയുന്നത്, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മിഷണറി പ്രവർത്തകരുടെ വിദ്യാഭ്യാസ മേഖല, ഗ്രാമീണ മേഖലകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാന ഉത്തരമായി വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമാണ്. അതിനെ വളരെ ചുരുക്കി ഞങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് ഭാഗങ്ങളെ സ്വാഭാവികമായിട്ടും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് ചോദ്യ ഉത്തരവേളകൾ അതിനെയും കൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം ബാബു വർഗീസ് അങ്കിളിൻ്റെ അടുത്തൊക്കെയാണ് ചോദ്യം വരുന്നത്. കേരളത്തിലെ മിഷണറി പ്രവർത്തകർ ഏതാണ്ട് 1 ഡസന് മുകളിൽ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. എങ്കിലും സ്വാഭാവികമായിട്ടും ആദ്യ സമയങ്ങളിൽ LMS, CMS, ബാസൽ മിഷനാണ്. അപ്പോൾ അവരാണ് ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ഒരു അടിത്തറ പാകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? മിഷണറിമാർക്ക് ഈ വിദ്യാഭ്യാസ മേഖലയോടുള്ള ഒരു താല്പര്യം എന്ത് പ്രചോദനത്താലാണ് അവരങ്ങനെ ഒരു സ്കൂളുകൾ സ്ഥാപിക്കണം എന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ച്? എല്ലാവർക്കും നന്ദി. ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം രാവിലത്തെ വന്നിട്ടുണ്ട്, അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് വായിക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ സന്യാസിമാരാക്കിയെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നു എന്ന് വള്ളിക്കാവ് മോഹൻ സാർ പറഞ്ഞു. ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടേക്കാം, നിങ്ങൾ തിരയൂ എന്നും പറഞ്ഞു. എന്താ ശ്രീനാരായണ ഗുരു പറഞ്ഞത്? വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, ഒരവസരങ്ങളില്ല, ജാതി വ്യവസ്ഥയാണ്, അതെല്ലാം കൂടി ഉൾക്കൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് എനിക്കത് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഗുരുവാകാൻ കഴിയും, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് യേശുക്രിസ്തുവിനെ പോലെ ത്യാഗം ഒക്കും, ശുശ്രൂഷകളൊക്കും. അപ്പോൾ മിഷണറിമാർ വരുത്തിയ വ്യത്യാസം കൊണ്ടാണ്, ബൈബിൾ വരുത്തിയ വ്യത്യാസം കൊണ്ടാണ് ഞാനായിരിക്കുന്നതെന്ന് ശ്രീനാരായണ ഗുരു പറയുകയായിരുന്നു. അതുതന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. 3-4 കാര്യങ്ങൾ എന്തിനാണ് ഇവർ വന്നത്. ഒന്ന്, അക്ഷരം പഠിപ്പിക്കാനാണ്. ഞാൻ രാവിലെ സംസാരിച്ചു, നമ്മുടെ മലയാളത്തിന് ആധുനിക അക്ഷരമാല ഉണ്ടായിരുന്നില്ല, ലിപി ഉണ്ടായിരുന്നില്ല, വട്ടെഴുത്തും കോലെഴുത്തും ഉണ്ടായിരുന്നു. അതിനെ മാറ്റി ഉരുള എഴുത്താക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഉരുള എഴുത്തിന് ശേഷമാണ് ഇവിടെ പുസ്തകങ്ങളുമൊക്കെ രചിച്ച് നമ്മൾ ഇന്ന് എഴുതുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായത്. ഒന്ന്, അപ്പം അക്ഷരം മാലയുണ്ടാക്കി, ഗ്രാമർ ഉണ്ടാക്കി, അത് പഠിപ്പിക്കണം. അത് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോ കേരളക്കരയിലെ ഓരോരുത്തരും അക്ഷരാഭ്യാസമുള്ളവരായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 150, 200 വർഷം കൊണ്ട് അവരധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് മലയാളികൾ ലോകത്തിലെവിടെയും അക്ഷരാഭ്യാസമുള്ളവരാണ്. ഞങ്ങളെല്ലാം ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്, ഞങ്ങളെല്ലാം പോകുന്നവരാ. അവർക്കറിയാമല്ലോ, യു ആർ എഡ്യൂക്കേറ്റഡ്. ഞാൻ ഇന്ന് അത് ചോദിക്കാൻ ഞാൻ നോക്കിയിരിക്കുക. കാരണം ബൈബിളാണ്, യേശുവാണ്. ആ യേശുവിൻ്റെ മക്കളെ നിങ്ങൾ ഇന്ന് കത്തിക്കുമല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു അവസരമാണ് പറയുന്നത്, മനസ്സിലായില്ല? അപ്പോൾ ആദ്യത്തെ അക്ഷരാഭ്യാസം നൽകുക, നോളജ്. നോളജ് ഈസ് പവർ. അറിവ് ശക്തിയാണ്. അത് രാമന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ അറിവ് അവൻ്റെ കുത്തകയാക്കി മാറ്റി. ഹി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോയിങ് സാൻസ്ക്രിറ്റ് ആസ് ഹിസ് മൊണോപ്പൊളി. മറ്റുള്ളവരും പഠിക്കാൻ പാടില്ല. കണ്ടോ, ഇന്നും അത് തന്നെയാണ് പറയുന്നത്, മനസ്സിലായല്ലോ? ഇന്ന് പ്രാദേശിക ഭാഷകൾ മ്ലേച്ഛമായതുകൊണ്ട് അവനെ പഠിപ്പിക്കേണ്ട, അതിലേന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട കേട്ടോ.
അതാ പറഞ്ഞത് നമ്മുടെ സാറ് പറഞ്ഞത്. ഇംഗ്ലീഷ് ആരും പഠിക്കല്ലേ. കാരണം ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇന്ന് ഭാരതത്തിലെ അങ്ങുമിങ്ങുള്ള കാട്ടിലുള്ള ആദിവാസികൾ ശക്തന്മാരാകുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, അവരുടെ പ്രാദേശിക ഭാഷ പഠിക്കുന്നു, അവർ ശക്തന്മാരായിരുന്നു. ഒന്ന്, അക്ഷരം നൽകുക. രണ്ട്, അന്ധകാരം മാറ്റുക. അവരുടെ ഉദ്ദേശം അതായിരുന്നു. ഇവിടെ അന്ധകാരമായിരുന്നു, അറിവില്ല, എല്ലാത്തിനെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളായിരുന്നു, ഇരുട്ടായിരുന്നു. ഡോക്ടർമാരിവിടെ പറഞ്ഞല്ലോ, എന്തായിരുന്നു ഇവിടുത്തെ വൈദ്യശാസ്ത്രം? ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രമായിരുന്നില്ല, ജ്യോതിഷമായിരുന്നു. ശ്രദ്ധിക്കുക, ജ്യോതിഷമായിരുന്നു, ജ്യോതിശാസ്ത്രമല്ല. ഇവിടെ നളന്ദയിലും ദക്ഷിയിലായാലും ജ്യോതിഷം പഠിപ്പിച്ചത്, ജ്യോതിശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല. ജ്യോതിശാസ്ത്രം വില്യം കേരിയാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അന്ധകാരം മാറ്റുക. മൂന്ന്, അന്ധവിശ്വാസം മാറ്റുക എന്നുള്ളത് ഇതിലുണ്ടായിരുന്നു. നാലാമത്, അധസ്ഥിതരുടെ സ്ഥിതികൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ചേഞ്ചസ്, അവിടെ സാമൂഹ്യമായ അടിമത്തത്തിന് വ്യത്യാസം വരുത്തുക. ഇപ്പോൾ പറഞ്ഞല്ലോ, അടിമത്തമുള്ള എല്ലാ രീതിയിലും സ്വാതന്ത്ര്യത്തെ അടിമകളായിരുന്നു. അപ്പോൾ അക്ഷരാഭ്യാസം വന്നതോടുകൂടി ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താണെന്ന് ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്തായിരുന്നു? ഗുരുകുല വിദ്യാഭ്യാസം ഗുരുവിൻ്റെ കീഴിൽ കുറച്ച് പേര് പഠിക്കും, പക്ഷേ ഗുരുവിനോട് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇന്ത്യയിലെ ഗുരുവിദ്യാഭ്യാസം ഗുരു പറയുന്നത് കേട്ടോണം, ചോദ്യം ചെയ്യലോ. അതിനെ മാറ്റിക്കൊടുത്തത് ബൈബിളാണ്, റെഫർമേഷനാണ്, വിദ്യാഭ്യാസമാണ്. ഈ 3-4 കാര്യങ്ങളാണ് അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. നന്ദി. അതുപോലെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപുള്ള മിഷണറി വിദ്യാഭ്യാസം ആരംഭിക്കുന്ന 19-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ എഴുത്ത്, വായന തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന അർത്ഥമില്ല. നമ്മുടെ നാട്ടിൽ എഴുത്തുകളുണ്ട്, നിരവധി കാര്യങ്ങൾ പല രൂപങ്ങളിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രമായും മദ്രസകൾ തുടങ്ങിയ സംവിധാനങ്ങൾ വഴിയുമൊക്കെ ആണെങ്കിലും ആളുകൾ എഴുത്ത്, വായന പോലുള്ള ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പെങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ജാതി മത നിയമങ്ങളും എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഗൗതമധർമ്മ സൂത്രം എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലാണ് പറയുന്നത്, ഒരു ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വേദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറയുന്നു. അതായത് ശൂദ്രൻ നമ്മുടെ നാടിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഒരു നായർ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, വേദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പാലിച്ചിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മധ്യത്തിലേക്കാണ് മിഷണറി പ്രവർത്തകർ വന്നു ചേരുന്നത്. അതായത് കേവലമായ ഒരാളൊരു വേദം കേട്ട് കഴിഞ്ഞാൽ പോലും അയാളെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു സൊസൈറ്റിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ ജാതിയുടെയും അന്ധകാരത്തിൻ്റെയും വലിയ ആഘാതമേറ്റിരുന്ന ഒരു ജനതയുടെ മധ്യത്തിലേക്ക് മിഷണറിമാർ വരികയാണ്. അപ്പോൾ അവർ നേരിട്ടൊരു വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? ആദ്യകാല ഇവിടെ ഉണ്ടായിരുന്ന ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ എങ്ങനെയാണ് മിഷണറിമാർ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ അവർ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് അനിൽ ബ്രദറിനോടുള്ള ചോദ്യം. നമ്മൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയമുള്ള ആധുനിക വിദ്യാഭ്യാസം, അത് ഒരു മനുഷ്യനെ അറിവ് നേടാൻ സഹായിക്കുന്നു. അയാളുടെ കഴിവുകൾ, മൂല്യങ്ങൾ, ധാർമ്മികത ഇതെല്ലാം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല സമൂഹത്തിലൊരു ഉത്തമ പൗരനാക്കി അയാളെ തീർക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ളതാണല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ അർത്ഥത്തിലുള്ളൊരു വിദ്യാഭ്യാസം ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതായത് ചില തൊഴിലുകൾക്ക്, ഇപ്പോൾ ആശാരിമാരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കണക്കറിയണം, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട്, ഇപ്പോൾ ഒരു മേശ പണിയാണെങ്കിൽ അതിൻ്റെ നീളവും ഉയരവും വീതിയും ഇതെല്ലാം അറിയണം, അല്ലെങ്കിൽ ഉത്തരം വയ്ക്കണമെങ്കിൽ, അങ്ങനെ ഓരോത്തിനും എല്ലാത്തിനും കണക്കറിയണം. അപ്പം അവർക്കത് മതി, എഴുത്തും വായനയേക്കാളുപരി ഈ കണക്ക്. എന്നാൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള തൊഴിലിന് പല വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് അക്ഷരം പഠിക്കണം. അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരെ സംബന്ധിച്ച് അവർക്ക് മന്ത്രം മറ്റുമൊക്കെ ചൊല്ലാൻ വേദം ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് അക്ഷരാഭ്യാസം. അങ്ങനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. ഈ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അവരുടെ തൊഴിലിന് വിദ്യാഭ്യാസം ആവശ്യമല്ല. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ അറിവ് കുത്തകയാക്കി വെക്കുന്ന ഒരു സ്വഭാവം ഈ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ. നമ്മൾ ഇതിഹാസങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഉദാഹരണത്തിന്
ദ്രോണരെ എടുക്കാം. ദ്രോണർ ആചാര്യനാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്ക പഠിക്കാൻ വേണ്ടി ഏകലവ്യം വരുന്നു. ഏകലവ്യനെ പറഞ്ഞു വിടുന്നു, ജാതിയിൽ താഴ്ന്നവനാണ്, വേണ്ട, നിനക്ക് വിദ്യാഭ്യാസം തരാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു, കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ചില അസ്ത്രങ്ങൾ അദ്ദേഹം സ്വന്തം മകൻ അശ്വത്ഥാമാവിനും പിന്നെ ഏറ്റവും പ്രിയ ശിഷ്യൻ അർജുനും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നില്ല. ഇവിടത്തെയൊക്കെ വിദ്യാഭ്യാസം നിലവിലുണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു. അതായത് അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുകയില്ല, അറിവ് കുത്തയാക്കി വയ്ക്കും. പിന്നെ മരിക്കാനൊക്കെ കിടക്കുമ്പോൾ മരണക്കിടക്കെ വെച്ചിട്ട് വേണ്ടപ്പെട്ട ഒരാൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് ആൾ പോകും. അതായത് ഞാൻ ജീവനോടിരിക്കുന്ന കാലത്ത് ഈ അറിവ് എന്നിൽ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ആർക്കും ഉണ്ടാകരുത്, ഈ ചിന്തയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലേക്കാണ് മിഷണറിമാർ വരുന്നത്. മിഷണറിമാർ വന്നിട്ട് അറിവ് എല്ലാവർക്കുമാണ് കൊടുത്തത്. ജാതി, വർഗം, വർണ്ണം, നിറം, ലിംഗം ഇങ്ങനെയുള്ള ഒരു ഭേദവും ഇല്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും അവർ പഠിപ്പിച്ചു. മാത്രമല്ല അവർ അറിവ് പങ്കുവെക്കണം എന്നുള്ളൊരു ബോധം ഇവിടെ ഉണ്ടാക്കി. ഇവിടെ ഇല്ലാതിരുന്നൊരു സംഗതിയാണ് അറിവ് പങ്കുവെക്കപ്പെടേണ്ടതാണെന്നുള്ളത്. ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് അവരാണ് കൊണ്ടുവരുന്നത്. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അറിവിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണമാണ് മിഷണറിമാർ നടത്തിയത്. മനസ്സിലായോ? എല്ലാവർക്കും അറിവ് അവകാശപ്പെട്ടതാണ്, അതെല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് അവരത് മാറ്റുന്നത്. സ്വാഭാവികമായിട്ട് അതിനെതിരെ എതിർപ്പുകളെല്ലാം ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ മിഷണറിമാർ കെട്ടിയ സ്കൂളുകൾ പലതും കത്തിച്ച് കളയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ മാറ്റങ്ങൾ വരുത്തിയത്. ആ മാറ്റം പതുക്കെയാണെങ്കിലും കേരളീയ സമൂഹമായാലും അല്ലെങ്കിൽ തമിഴ്നാടോ ആന്ധ്രയോ മഹാരാഷ്ട്രയൊക്കെ നോക്കിയാൽ നമുക്കിത് തന്നെ കാണാം. പലയിടങ്ങളിലും ഈ മാറ്റം പതുക്കെയാണെങ്കിലും ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. ആ മാറ്റമാണ് ഇന്നത്തെ ഇന്ത്യ, ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ മിഷണറി വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ തലങ്ങൾ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ പരിഭാഷപ്പെടുത്തിയ പല കൃതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ ആദ്യത്തെ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയത് എന്ന് പറയുന്ന കഥപുസ്തകം വരുന്നു. അതുപോലെ പല സുവിശേഷങ്ങളുമൊക്കെ പരിഭാഷപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് ലണ്ടൻ മിഷൻ്റെ ആണെങ്കിലും ഇതേ രീതിക്ക് തന്നെ അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരേ സമയം ക്ലാസ് റൂമിനുള്ളിലും പുറത്തും അതിൻ്റെ പുറം ലോകത്തും ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒന്നെന്ന് പറയുന്നത് ബൈബിളിൻ്റെ പരിഭാഷയായിരുന്നു. ബൈബിളിൻ്റെ പരിഭാഷ വന്നതോടുകൂടി ആദ്യം തന്നെ ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ തന്നെയായിരുന്നു. തദ്ദേശീയരായിട്ടുള്ള വലിയൊരു കൂട്ടം ക്രിസ്തീയ വിശ്വാസികളുണ്ടായിരുന്നു. അവർക്കിടയിൽ കുറേ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ മർത്തോമാ സഭയുടെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ബൈബിൾ പരിഭാഷയാണ് അങ്ങനെ ഒരു സഭ തന്നെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായി മാറുന്നത്. അപ്പം വിദ്യാഭ്യാസ മേഖലയിലും ഈ ബൈബിളിൻ്റെ ഒരു സ്വാധീനം എങ്ങനെയായിരുന്നു, ബൈബിൾ പരിഭാഷയുടെ സ്വാധീനം എങ്ങനെയായിരുന്നു, അത് എന്തെല്ലാം തരം മാറ്റങ്ങളാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയതെന്നുള്ളതാണ് അങ്കിളിനോട് വിളിച്ചത്. ഇതൊരു പുസ്തകം ഞാൻ ഇന്ന് ഇവിടുന്ന് എടുത്തതാണ്. മേവാടി ശബ്ദകോശ്, മേവാറി ഭാഷയിലുള്ള ആദ്യത്തെ ഡിക്ഷണറിയാണ്. മേവാറി ഭാഷ എവിടെയാ? രാജസ്ഥാനിൽ. ഇന്ത്യയിൽ 1652 ഭാഷകളുണ്ട്. അതിൽ ആധുനിക ലിപിയുള്ളത് 200 ഭാഷകളിലുള്ള. ഇന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി 180 ഭാഷകളിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് NLCI, വിക്ലിഫ്, ബൈബിൾ സൊസൈറ്റി. 57 ഭാഷകളിൽ NLCI ചെയ്യുന്നുണ്ട് ബൈബിൾ പരിഭാഷ. അപ്പോൾ ബൈബിൾ പരിഭാഷ അവരാദ്യം ബൈബിളാണോ പരിഭാഷപ്പെടുന്നത്? അല്ല. നോക്കുക, രാജസ്ഥാനിൽ സഹോദരന്മാർ ഇവിടെ NLCI നിങ്ങൾ ആ ബൂത്തിൽ പോകണം. അവരാദ്യമേ അവിടെ പോയി 10-20-25 വർഷമായിട്ട് അവിടെ പോയി താമസിച്ച് അവരുടെ ഭാഷ ഹെർമൻ ഗുണ്ടറ്റും ബെഞ്ചമിൻ ബെയ്ലിയും ഇവിടെ വന്ന് പഠിച്ചതുപോലെ അവർ പഠിച്ച് മനസ്സിലാക്കി ആ വ്യാകരണം അവർ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് സിൻടാക്സും എല്ലാം നൽകി അക്ഷരമാല നൽകി അത് തീരുമാനിച്ചു. മേവാടി ഭാഷയ്ക്ക് ഒരു സ്വത്വമുണ്ടാക്കി, ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആത്യന്തികമായി അവർ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത 2 ആഴ്ച തന്നെ പുതിയ 3 ഭാഷകൾ ചെയ്യാൻ പോവുകയാണ്. ഡോക്ടർ മുരളീധർ ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ്. ഇവിടെയൊക്കെ ധാരാളം ഭാഷകളിൽ ബൈബിൾ പരിഭാഷക്കാരാണ് അത് ചെയ്ത്, വേറെ ആരുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അമിത് ഷാജിക്ക് നാളെ ഞാൻ കത്തെഴുതാൻ പോവുകയാണ്. കോടിക്കണക്കിന് രൂപ ഇന്ന് ഇന്ത്യയിലെ ബൈബിൾ ട്രാൻസ്ലേഷൻ അങ്ങ് തരണം. ഞങ്ങളാണ് ഇവിടുത്തെ
പ്രാദേശിക മാതൃഭാഷകൾ ഇത് ചെയ്യുന്നത്. എൻ്റെ ബുക്ക് അദ്ദേഹത്തിന് മേശത്തുണ്ട്, ഞാൻ കൊടുക്കാൻ പോവുകയാണ്, കാണിക്കുക. 180 ഭാഷകളുടെയും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അവരുടെ അഡ്രസ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അഡ്രസ്സ് തരാം രൂപയ്ക്ക്. എല്ലാ മാസവും ഡൽഹിയിൽ നിന്ന് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. നമുക്ക് 180 പ്രാദേശിക ഭാഷകൾ വികസിപ്പിക്കാൻ കഴിയും. അപ്പോൾ അമിത്ഷാജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. അപ്പോൾ ബൈബിളാണ് ഇത്, അവരെല്ലാം വന്ന് ബൈബിളാണ്, മനസ്സിലായോ? അമിത്ഷാജിയുടെ ഗുജറാത്തിയുടെ കഥ ഞാൻ പറയാം. ഞാൻ ഒരു കഥ പറയട്ടെ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ഹോട്ടലിൽ ഒരു വലിയ മീറ്റിങ്ങിന് വിളിച്ചു, ഇതുപോലെ ഒരു സമ്മേളനത്തിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് അടിച്ചു, ക്രൈസ്തവ മിഷണന്മാർ ഭാരതത്തെ നവീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ കൊടുത്ത ആ നോട്ടീസ് ഒന്ന് DTP ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ. ആ മനുഷ്യൻ അത് ചെയ്തില്ല. അദ്ദേഹം ഇല്ല, ഞാനിത് ചെയ്യത്തില്ല, ഇവിടുത്തെ നിങ്ങൾ മിഷണറിമാരും ക്രിസ്ത്യാനികളും ഇവിടെ നശിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയും, എന്ത് മനുഷ്യൻ്റെ അന്ധത! 1819 മിഷണറി 5V ആൻഡ് സ്കിന്ന് 2 മിഷണറിമാരാണ് ഗുജറാത്തി ഭാഷയ്ക്ക് ഗ്രാമർ നൽകിയത്. 1820 ഇവർ രണ്ടുമാണ് ഗുജറാത്തി ഭാഷയ്ക്ക് 2 ഡിക്ഷണറി നൽകിയത്. JVS ടൈലറുമായിരുന്ന 1824 JVS ടൈലറാണ് 3 വോളിയം ഡിക്ഷണറി നൽകിയത്, ഗ്രാമർ ബുക്ക് നൽകി. പിന്നെ 1822 സൂറത്തിൽ മിഷൻ പ്രസ് തുടങ്ങിയത് ക്രൈസ്തവ മിഷണറിമാരാണ്, ഇവരാണ്. അപ്പോൾ 1822 സൂറത്തിൽ മിഷണറി തുടങ്ങിയ പ്രിന്റിംഗ് പ്രസ് കൊണ്ട് ഇന്ന് പ്രിന്റർ 2020 പ്രിന്ററായിരിക്കുന്ന ഗുജറാത്തി, അയ്യോ ഗുജു, എന്ത് മനുഷ്യനാടാ നീ! അവൾ പറയാ, ഞാൻ ഇത് അടിച്ചു തരത്തില്ലെന്ന്. ശ്രദ്ധിക്കുക, അജ്ഞതയാണ്. അപ്പം നമ്മളില്ലാതെ ബൈബിളിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ആദ്യത്തെ ഗുട്ടൻബർഗ് ചെയ്തത് ബൈബിളിനാണ്. ഇന്ന് ഗദ്യം ഉണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞല്ലോ, വള്ളിക്കാവ് സാർ പറഞ്ഞല്ലോ, ഗദ്യം ഒരു ഭാഷയിലും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഗദ്യം മലയാളത്തിൽ എന്ന് പറയുന്നത് 1811 ബുക്കാനൻ ബൈബിളാണ്. 5 കോപ്പിയേ ഉള്ളൂ. അത് 5ാമത്തെ കോപ്പി ഇപ്പോൾ സംസാരിച്ച എൻ്റെ വീടാണ്, എൻ്റെ അരിന്ദ്രനാണ്, ജോർജ് കോശിയുടെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, നിങ്ങൾ വന്നാൽ കാണാൻ. കൊണ്ടുവരാൻ മറന്നുപോയി. 1811 ആദ്യത്തെ 4 ഗോസ്പലാണ് ബുക്കാനൻ ബൈബിൾ, അല്ലെങ്കിൽ റംബാൻ ബൈബിൾ എന്ന് പറയും. അതാണ് ആദ്യത്തെ ഗദ്യം. എഴുത്തച്ഛൻ ഗദ്യം എഴുതിയിരുന്നില്ല. അപ്പോൾ ബൈബിളിന് വേണ്ടിയാണ് ഇൻവേരിയബിളി എല്ലാ ഭാഷകളിലെയും ഇന്ത്യയിലെ ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത് ബൈബിളാണ്. യാതൊരു സംശയമില്ല, ബൈബിളിന് വേണ്ടി മാത്രമാണ് നാം ഇതെല്ലാം ചെയ്തത്. നന്ദി. അതുപോലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അപ്പം നമ്മൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ കേരളത്തിൻ്റെ മിഷണറിമാരുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ ആകെ ഒരു പ്രതിസന്ധിയിലെ അല്ലെങ്കിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയവും കൂടിയാണ് ജാതി വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കുറേയധികം മിഷണറി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഞാൻ വേറൊരു പോയിന്റിൽ പറയുകയാണ്, വന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടും എന്നൊരു കാരണത്താൽ പല മിഷണറി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ആർക്കും തന്നെ ജാതി വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ LMS ആണെങ്കിലും CMS മിഷനൊക്കെ ആണെങ്കിലും അവരെല്ലാം ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ അയാളുടെ ആ ജാതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ മലബാറിൽ പ്രവർത്തിച്ച ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്കുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ബാസൽ മിഷൻ എന്ന് പറയുന്ന മിഷൻ സംഘത്തിന് ജാതിയെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം മുതൽ ചെയ്തത് അവരുടെ കൂടെ ഒരാൾ കൂടിക്കഴിഞ്ഞാൽ അയാൾ നിർബന്ധമായി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം എന്നൊരു കർശന നിയമമാണ് അവർ നടപ്പിലാക്കിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുലയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവരുടെ കൂടെ ബാസൽ മിഷൻ കൂടിക്കഴിഞ്ഞാൽ ആ പുലയൻ ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം, അല്ലെങ്കിൽ ഒരു നായർ കൂടിയാൽ ഒരു ഈഴവനെ വിവാഹം കഴിക്കും, ഒരു ഈഴവൻ ഒരു തീയനെ കെട്ടണം. അപ്പോൾ അത് കർശനമായിരുന്നു അവർക്കിടയിൽ. വേറെ ഒരു മിഷൻ സംഘത്തിനും അങ്ങനത്തെ ഒരു കർശനമായ നിയമം അവർ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ കുഴപ്പമല്ല, നമ്മുടെ ജാതിബോധം അത്രത്തോളം തീക്ഷ്ണമായതിനാണ്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വളരെ ശക്തമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രം പരിശോധിച്ചാലും ദളിതരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ, സ്ത്രീകൾ തുടങ്ങിയ ആളുകളെല്ലാം ഒരു വിദ്യാഭ്യാസത്തിന് മേഖലയിലേക്കും അക്ഷരത്തിലേക്കും ഒക്കെ കടന്നു വരുന്നത് ഈ മിഷണറി പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തനം മൂലമാണ്. അപ്പോൾ അത് പിന്നോക്ക ജാതികളല്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് C. കേശവൻ്റെ ആത്മകഥ പരിശോധിച്ച് കഴിഞ്ഞാൽ, ജീവിത സമരം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പരിശോധിച്ചാലോ അല്ലെങ്കിൽ CV കുഞ്ഞിരാമൻ്റെ ആത്മകഥ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അവരെല്ലാം മിഷണറി വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഒരു ഹിസ്റ്ററിയും അവർ ഈ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ പറയുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോഴത്തേനും എങ്ങനെയാണ് സ്ത്രീകളുടെയും ദളിതരുടെയും മറ്റ് പിന്നോക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയും എല്ലാം ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നതിൽ മിഷണറിമാർ എന്തുമാത്രം സംഭാവന ചെയ്തു എന്നുള്ളതിനൊരു കമൻറ്റ് പറയണം.
ഇത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്നാൽ എനിക്ക് പറയാൻ കുറച്ച് സമയമേ ഉള്ളൂ, അതൊരു പരിമിതിയുമാണ്. ഈ ദളിതരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ മിഷണറിമാർ ചെയ്ത പല കാര്യങ്ങളും അത് എന്താണ് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ അവർ കഷ്ടപ്പെടേണ്ടിയിരുന്നു. അതായത് കുട്ടികളെ അയക്കുന്ന പരിപാടി വീട്ടുകാർ തയ്യാറായിരുന്നു. കാരണം അന്ന് ഈ ഇന്നത്തെ പോലെ കൂലി എന്ന് പറയുന്നത് പണമായിട്ടല്ല, നെല്ലായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അരയിടങ്ങഴി നെല്ല് കൊടുക്കുന്നു. കുട്ടികളാണെങ്കിൽ അതിലും കുറയും. പക്ഷെ ഏതായാലും ഇത് കിട്ടിയിട്ട് വേണം അവർക്ക് അന്നത്തെ ആഹാരം കഴിക്കാൻ. ഈ പയ്യന അല്ലെങ്കിൽ പെൺകുട്ടി ആരും ആകട്ടെ വന്നില്ല എന്നുണ്ടെങ്കിൽ, ജോലിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂലി കിട്ടുകയില്ല. അപ്പം ഈ മാതാപിതാക്കൾക്ക് കിട്ടിയ അരിയിൽ നിന്ന് വേണം ഇവർക്ക്, അല്ലെങ്കിൽ നെല്ലിൽ നിന്ന് വേണം ഇവർക്ക് ഉള്ള ആഹാരം കൂടി കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് ഒരു കുട്ടിയെ പണിക്ക് കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മിഷണറിമാർ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന പരിപാടി തുടങ്ങിയത്. ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട, അവരെ സ്കൂളിലേക്ക് വിട് എന്ന് പറഞ്ഞ് ഉച്ചക്കഞ്ഞി പരിപാടി അതിന്നും സർക്കാർ നടത്തുന്ന നമുക്കറിയാം. കാരണം ഒന്ന് വയറ് വിശന്നിരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, തലയിൽ കയറുകയില്ല, അതുകൊണ്ടൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ എന്താണ് അയിത്തം, ഈ തൊടലും തീണ്ടലും ഒക്കെ ഉണ്ടല്ലോ, ഇത്ര അടി ദൂരെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം, ഇതിനെല്ലാം മറികടക്കാൻ മിഷണറിമാർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ LMSന്റെ മിഷണറി ഉണ്ടായിരുന്നല്ലോ, സാമുവൽ മെറ്റീറിനെ പുലയംപാതിരി എന്നാണ് വിളിച്ചിരുന്നത് ആളുകൾ പരിഹസിച്ചിട്ട്. കാരണം പുലയരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത്രയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പുലയ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അധ്യാപകർ തയ്യാറാകുന്നില്ല. അപ്പം അദ്ദേഹം ഓരോ പുലയക്കുട്ടിയെയും പഠിപ്പിക്കുന്ന അധ്യാപകന് എക്സ്ട്രാ പണം കൊടുക്കുകയാണ്. സാധാരണ സാലറിക്ക് പകരമായിട്ട് ഓരോ കുട്ടിയുടെയും ഇതനുസരിച്ചിട്ട് 4 അണ എക്സ്ട്രാ കൊടുക്കും. അത് പുലയ പെൺകുട്ടിയാണെങ്കിൽ 8 അണ കൊടുക്കും. അങ്ങനെയൊക്കെ പണമൊക്കെ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ വളരെയധികം ഈ ചരിത്രത്തെ അപ്പാടെ വിഴുങ്ങിക്കളയുന്ന പരിപാടിയാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഗിളിലൊക്കെ ധാരാളം ആർട്ടിക്കിള് ഇത് സംബന്ധമായിട്ട് സംഘപരിവാർ പ്രവൃത്തികളും മറ്റുമൊക്കെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്, ചരിത്രത്തെ അപ്പാടെ വളച്ചൊടിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അല്ലെങ്കിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ തുടങ്ങിയത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം സാവിത്രിബായി ഫൂലെയാണ്. ജ്യോതിറാവു ഫൂലെയുടെ ഭാര്യ സാവിത്രിബായി ഫൂലെയുടെ ആണ് കിട്ടുക. 1848 അവരിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയെന്നും അവിടെ ടീച്ചറായിട്ട് സാവിത്രിബായും പിന്നെ ഒരു ഫാത്തിമ ഷെയ്ഖ്, ഇവർ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് കിട്ടുക. അത് ചരിത്രത്തെ അപ്പാടെ വളച്ചൊടിക്കുന്ന പരിപാടിയാണ്. കാരണം 1848 അവർ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ 1818 ഗേൾസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അതിനേക്കാളും 30 വർഷം മുമ്പ്. അത് വരികയില്ല. നമ്മൾക്ക് റിസൾട്ട് വരുന്നത് ഇതാ. എയോട് ചോദിച്ചാലും ഇത് തന്നെ. ഞാൻ ചോദിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എക്സിലത്തെ ഗ്രോക്കിനോട് ചോദിച്ചു, ജെമിനിയോട് ചോദിച്ചു, ചാറ്റ് GPT ചോദിച്ചു. ഈ 3 എനിക്ക് കിട്ടിയ ഉത്തരം സാവിത്രിബായി ഫൂലെയാണെന്നാണ്. 1848 എനിക്ക് കിട്ടിയത്. കാരണം എനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോയി ഗൂഗിളിലെ ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട്, ആർട്ടിക്കിളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഉത്തരം നമുക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷേ 1848 ബെഞ്ചമിൻ ബെയ്ലിയുടെ ഭാര്യയാണ് ആദ്യമായിട്ട് കോട്ടയത്ത് ഈ പെൺകുട്ടികൾക്കുള്ള സ്കൂളുകൾ ഒരു സ്കൂൾ തുടങ്ങുന്നത്. പിന്നീട് അവർ നോർമൽ സ്കൂൾ തുടങ്ങി. നോർമൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുകയല്ല, ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. അതാണ് നോർമൽ സ്കൂൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് തുടങ്ങി. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലുള്ളവരുടെ മനോഭാവം വേറെ രീതിയിലാണ്. കാരണം 1850 മദ്രാസ് ചർച്ച് മിഷൻ റെക്കോർഡ്സ് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ പഠിപ്പിക്കാൻ പോകുന്നതിനോട് ഇവിടെയുള്ള ആൾക്കാർ യോജിക്കുന്നില്ല. മലയാളികളുടെ കാര്യമാണ്. ഇവിടെയുള്ള കേരളത്തിലെ ആളുകൾ സ്ത്രീകൾ അധ്യാപികമാരായിട്ട് വരുന്നതിനോട് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ തമിഴ്നാട്ടിലെ കാര്യം കൂടി അതിനോട് അനുബന്ധിച്ചു എന്ന് പറയേണ്ടി വരും. കുറച്ച് സമയമെടുക്കും, ക്ഷമിക്കണം. 1830കളുടെ അവസാനത്തിൽ തിരുനെൽവേലി പ്രവർത്തിച്ചിരുന്ന ഒരു മിഷണറി ഉണ്ട്, ജോൺ ടക്കർ. അദ്ദേഹം മദ്രാസിൽ ഈ CMSന്റെ സെക്രട്ടറിയും മറ്റുമൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ തന്നെ തിരുനെൽവേലിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 3 സഹോദരിമാർ, വെയിൽസിൽ, ഇംഗ്ലണ്ടിൽ 3 സഹോദരിമാരുണ്ട്. സാറ,
അതുപോലെ എലിസബത്ത്, കാതറിൻ, 3 പേര്. ഇതിൽ ഈ സാറ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ആളാണ്. ചെറിയ പെൺകുട്ടിയാണ്, അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണ്. അവള് ഏതാണ്ട് ഒരു 14 വയസ്സായപ്പോൾ മുതലേ മിഷണറി മാഗസിനുകളിൽ ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ബുദ്ധിശക്തിയുള്ള ഒരു ഇതാണ്. പക്ഷേ ചലനശേഷിയില്ല, അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷിയില്ല. അന്നത്തെ കാലത്തെ വീൽ ചെയർ, മരത്തിൻ്റെ ചക്രം കൊണ്ടുള്ള വീൽ ചെയർ. അപ്പോൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും, ബാക്കിയുള്ള സമയം വീട്ടിൽ തന്നെയാണ്. അപ്പം ഈ ജോൺ ടക്കർ സഹോദരി ഈ സാറയ്ക്ക് എല്ലാ ആഴ്ചയും മുടങ്ങാതെ കത്തെഴുതും. അപ്പോൾ ഒരു പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എഴുതിയത്, ഞാൻ കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ദാഹിച്ചപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ ഞാൻ കുതിരയെ നിർത്തി ചെന്നിട്ട് വാതിലിൽ തട്ടി. അപ്പോൾ ഒരു പെൺകുട്ടി ഒന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചു. പക്ഷേ ഈ പെൺകുട്ടി വാതിലടച്ചിട്ട് ഓടിപ്പോയി, പിന്നെ പുറത്തേക്ക് വന്നതേയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഇവിടെയുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ്, അവർ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ സാറയ്ക്ക് വളരെ അതൊരു വേദനയുണ്ടാക്കി. കാരണം സാറ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ചലനശേഷി ഇല്ലാത്തതുകൊണ്ട്, അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് തന്നെ, എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കാലുകൾ ഉണ്ടായിട്ടും പുറത്തു പോകാൻ പറ്റുന്നില്ല, അവരും വീട്ടിനകത്ത് തന്നെ, എന്നെ പോലെ തന്നെയാണല്ലോ അവരും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, എൻ്റെ അവസ്ഥ ഒരിക്കലും മാറില്ല, ഇതിങ്ങനെ തന്നെയാണ്, മരണം വരെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ അവസ്ഥ മാറും. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവരുടെ അവസ്ഥ മാറും. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വഴി നോക്കണം. എന്നിട്ട് ആ സമയത്ത് സാറയ്ക്ക് 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാറ പല ലണ്ടനിൽ നിന്നുള്ള പല മിഷണറി മാഗസിനുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച അത്രയും സപ്പോർട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ 18ാമത്തെ ജന്മദിനമായി. അപ്പോൾ സാറ് ആദ്യമേ എല്ലാവരോടും പറഞ്ഞു, സാധാരണ ഗിഫ്റ്റ് കൊണ്ടുവരുന്നവരോട് പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് ആരും ഗിഫ്റ്റ് തരണ്ട, പണം തന്നാൽ മതി, പകരം പണം തന്നാൽ മതി. അങ്ങനെ പണമൊക്കെ കൊടുത്തു. ഈ ബർത്ത്ഡേക്ക് കുറച്ച് പണമൊക്കെ പിരിഞ്ഞു കിട്ടി. ആ പണവും പിന്നെ അവളുടെ 20 പവൻ സ്വർണം അതെല്ലാം വിറ്റിട്ട് ആ പണം അവൾ സഹോദരനെ അയച്ചു കൊടുക്കുകയാണ്, ജോൺ ടക്കർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇതിനെക്കൊണ്ട് അവിടെ നോർമൽ സ്കൂൾ തുടങ്ങണം, സാധാ സ്കൂളല്ല. കാരണം സാധാ സ്കൂളാണെങ്കിൽ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാം, ആ ഗ്രാമത്തിലുള്ള കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാം. പക്ഷെ നോർമൽ സ്കൂളാണെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ അധ്യാപികമാരെ പരിശീലിപ്പിച്ചിട്ട് അവരെ ഓരോ ഗ്രാമങ്ങളിലേക്ക് അയച്ച് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതാണ് നല്ലതെന്ന് പറഞ്ഞ് നോർമൽ സ്കൂൾ തുടങ്ങാൻ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നു. പിന്നീട് സാറ അവിടെ തയ്യലും മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന പണം ഇങ്ങനെ അയച്ചു കൊടുത്തു. ഏതായാലും 1843 ഇത് തുടങ്ങുകയാണ്. ജോൺ ടക്കർ കടാച്ചപുരം എന്ന് പറയുന്ന, ഇന്ന് തൂത്തുക്കുടിയിലാണ്, അന്ന് തിരുനെൽവേലിയിലായിരുന്നു. ഈ കടാച്ചപുരത്ത് ഒരു നോർമൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് 13 വർഷം, 1843 മുതൽ 1856 വരെ ആ സ്കൂള്, നോർമൽ സ്കൂൾ നിലനിന്നു. പക്ഷെ 13 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രയാസം. കാരണം ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവർ പഠിച്ചിറങ്ങിയ ഈ എലിമെൻ്ററി ടീച്ചേഴ്സ് ആയിരിക്കുന്നവരെ ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നു, അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്കും സാലറി കൊടുക്കണം, അതൊക്കെ ആയിട്ട് പറ്റുന്നില്ല. അപ്പോൾ 1856 ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് അടച്ചു പൂട്ടുകയാണ്. ഇനി പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത. എന്നിട്ട് അദ്ദേഹം സാറയ്ക്ക് കത്തെഴുതി, സാറ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്, നമ്മൾ പരമാവധി ചെയ്തു, പക്ഷെ ഇത്രേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കത്തെഴുതി. സാറയ്ക്ക് ഇത് വളരെ വിഷമമായി. കാരണം അവളുടെ സ്വപ്നമായിരുന്നു അത്, ആ സ്വപ്നം ഉടഞ്ഞുപോയി. സാറ് അതുവരേക്കും അരയ്ക്ക് കീഴ്പോട്ടാണ് തളർന്നിരുന്നത്. ഇപ്പം പക്ഷെ ശരീരം മൊത്തം തളർന്ന അവസ്ഥയായി, കിടപ്പായി. പിന്നെ കിടപ്പായി കഴിഞ്ഞപ്പോൾ പലരും കാണാൻ വന്നു. അപ്പം അങ്ങനെ വന്ന 3 സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കളുണ്ട്, മരിയ, സോഫിയ, ജോവന്ന എന്ന് പറയുന്ന 3 സുഹൃത്തുക്കൾ. അപ്പോൾ അവർ വന്നിട്ട് ഇവരോട് ചോദിച്ചു, നീ എന്ത് പറ്റി, നീ ഇത്രയും ഇങ്ങനെ തളർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ സാറ കാര്യം പറഞ്ഞു, എൻ്റെ സ്വപ്നമായിരുന്നു, അത് പോയി, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾ മരിച്ചു. 1857 56 സ്കൂൾ പൂട്ടുന്നു, 57 മരിച്ചു. ഇത് ഈ 3 കൂട്ടുകാരികളെയും വളരെ ചലഞ്ച് ചെയ്തു. അവൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, സാറ ഇവിടെയുള്ള ആരെയും കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ എന്നിട്ടും ഇവിടെയുള്ള ആളുകളെ കുറിച്ച് ഓർത്ത് അവൾ ദുഃഖിച്ച് മരിച്ചല്ലോ. അവളുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റണം. ആ ഒരു ചിന്തയിൽ അവരൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഈ സാറയുടെ കാര്യമൊക്കെ മിഷണറി മാഗസിനുകളിൽ എഴുതുന്നു, ലണ്ടനിലും പലയിടങ്ങളിലും പോയിട്ട് അവർ ഫണ്ട് പിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 811 പവൻ അവർ ജോൺ ടക്കറിന് അയച്ചു കൊടുക്കുകയാണ്, സാറയുടെ ആഗ്രഹം നിവർത്തിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ 1858, അതായത് 56 ഇത് പൂട്ടി, 57 സാറ മരിച്ചു, 58 വീണ്ടും തുടങ്ങുകയാണ്.
അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാറയുടെ പേരിലാണ് അത് തുടങ്ങുന്നത്. സാറ ടക്കർ നോർമൽ സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് പാളയങ്കോട്ട എന്ന് പറയുന്ന തിരുനെൽവേലിയിലെ കുഗ്രാമമാണ്. അന്നത്തെ വളരെ ഇതായിട്ടുള്ളൊരു കുഗ്രാമത്തിലാണ് അത് തുടങ്ങുന്നത്. പാളയങ്കോട്ടയിൽ അവർ 850 ഏക്കർ നിലം അവർ വാങ്ങുകയാണ്. 850 ഏക്കർ നിലം. അതായത് ഈ സാറയുടെ ഈ കാര്യമൊക്കെ മിഷണറി മാസിനോട് അറിഞ്ഞപ്പോൾ ധാരാളം ഫണ്ട് വന്നു. അങ്ങനെയാണ് അത് വലുതായിട്ട് ഈ ഭൂമി വാങ്ങുന്നത്. 850 ഏക്കർ നിലം വാങ്ങി അവിടെ സാറ ടക്കർ നോർമൽ സ്കൂൾ തുടങ്ങുന്നു. പിന്നീട് അതല്ലാതെ എലമെൻ്ററി സ്കൂൾ തുടങ്ങുന്നു. പിന്നീട് അത് ഹൈസ്കൂളായി മാറുന്നുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളാകുന്നു. 1890 സാറ ടക്കർ കോളേജ് ആകുന്നു. മാത്രമല്ല അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അന്ധനായ ഒരു ചെറുക്കൻ വന്നപ്പോൾ അവൻ ചോദിച്ചു, ഇത് ഞങ്ങളെ ഒന്നും പഠിപ്പിക്കില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ധർക്കും ബധിരർക്കും വേണ്ടിയുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നു. കാരണം ഭൂമിയുണ്ട്, 850 ഏക്കർ ഭൂമിയാണല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ, അവിടെ ബിൽഡിങ്ങുകൾ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഒരു പ്രിൻസിപ്പളായിട്ട് വരുന്ന ഒരു നഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ട്. മിഷണറി നഴ്സായിട്ട് വന്നിട്ട് അവർ പ്രിൻസിപ്പളായത്. അവരവിടെ ഒരു നഴ്സിംഗ് സ്കൂൾ തുടങ്ങുന്നു. അങ്ങനെ പല രീതിയിൽ ഈ സാറാ ടക്കറുടെ ഇത് തിരുനെൽവേലി പാളയങ്കോട്ടയിൽ ഇതാക്കുകയാണ്. ഇന്ന് ആ പാളയങ്കോട്ട അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? അതിൻ്റെ നിക് നെയിം ഓക്സ്ഫോർഡ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. സൗത്ത് ഇന്ത്യയിലെ ഓക്സ്ഫോർഡ്. 2 കാലും വയ്യാതെ തളർന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നം. ഞാൻ പറഞ്ഞത് മിഷണറിമാർ മാത്രമല്ല, അവർ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരെ ഇവിടെയുള്ള സ്ത്രീകളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ അങ്ങനെ പറ്റുകയുള്ളൂ. വലിയ കാര്യമായിട്ട് പറയുന്ന ഈ സനാതന സംസ്കാരമൊക്കെ ഇവരെ അടിച്ചമർത്തിയിട്ടേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിയാണ് അവരെ മോചിപ്പിച്ചത്, ക്രിസ്തുവാണ് മോചിപ്പിച്ചത്, മിഷണറിമാരാണ് മോചകരായിട്ട് വന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ മാത്രമല്ല, ദളിതരുടെ കാര്യത്തിലും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് പറയാൻ ഇഷ്ടംപോലെ ഇതേപോലെ ഉദാഹരണങ്ങളുണ്ട് ധാരാളം. ഇതൊന്നും ഇന്ന് വലിയ കാര്യത്തിൽ കൊട്ടിഘോഷിക്കുന്ന ഈ സനാതന സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്നവർക്കൊന്നും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. അവർക്കൊന്നും ഇതിൻ്റെ ഏഴെടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുമില്ല. സമയം കൂടിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതെ, ഇപ്പം അനിൽ ബ്രദർ പറഞ്ഞതിന് ഒരു വരിയും കൂടെ ചേർത്ത് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് ഈ കാണുന്ന SNDP മൂവ്മെൻ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ച പൽപ്പുവിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. പൽപ്പുവിൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ പ്ലീഡർ പരീക്ഷ എഴുതാനൊക്കെ ചെല്ലുകയും ഇംഗ്ലീഷ് ഭാഷ അറിയാൻ മേലെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറയുന്നു. അതിൻ്റെ പേരിൽ താഴ്ന്ന ജാതിക്കാരനെ, ഒരു ഈഴവനെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ പുറന്തള്ളുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും ഇംഗ്ലീഷ് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ സാമുവൽ മെറ്റീർ ആണ് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ 5 തെങ്കിലും അങ്ങനെ മറ്റു പല സ്ഥലങ്ങളുണ്ട്. 10ഓ 14ഓ ഇംഗ്ലീഷ് മീഡിയങ്ങൾ തന്നെയാണ് ഈ ഈഴവർക്ക് വേണ്ടി ലണ്ടൻ മിഷണറിമാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊന്നും ക്രിസ്ത്യാനി ആയവരല്ല. അതായത് സമൂഹത്തിലെ ഏത് മേഖലയിൽ ആര് എന്ത് അവശത അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന എന്താണോ ആ പക്ഷം നിന്നുകൊണ്ട് ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മിഷണറിമാരെ കാണുന്നത്. അല്ലെങ്കിൽ സാധാരണ, അല്ലെങ്കിൽ ഇന്ന് സംഘപരിവാർ ആളുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചവരെല്ലാം തന്നെ മിഷണറിമാർ പള്ളിക്കൂടങ്ങൾ വെച്ചിട്ട് കുറേ പേരെ അങ്ങ് ക്രിസ്ത്യാനി ആക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢ പദ്ധതിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലുമല്ല എന്നുള്ളതിന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ, ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച സി കേശവനെ പരിശോധിച്ച് കഴിഞ്ഞാൽ, സി കേശവനാണ് ആദ്യമായിട്ട് കേണൽ മൺട്രോയുടെ ഒരു ജീവചരിത്രം എഴുതുന്നത് മലയാളത്തിൽ, കൗമുദിയിൽ എഴുതുന്നത്. അദ്ദേഹം വലിയ ഒരു ലേഖനമാണ്, പുസ്തകമല്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മിഷണറിമാരുടെ സംഭാവന എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർ എഴുതുന്നുണ്ട്. അവരൊന്നും ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളുകളല്ല, അവരെല്ലാം വളരെ കൃത്യമായി അത് അറിഞ്ഞ അനുഭവിച്ച മനുഷ്യരാണ്. അല്ലെങ്കിൽ CB കുഞ്ഞിരാമൻ്റെ ഒക്കെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അവരും പറയുന്നുണ്ട്, അദ്ദേഹമൊക്കെ സ്കൂളിൽ പള്ളിയും പള്ളിക്കൂടം കൂടെ ചേർന്നാണ്. അപ്പോൾ ഈ പ്രസംഗപീഠത്തിലൊക്കെ അവർ കയറി കളിക്കുന്നതൊക്കെ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു വേറൊരു ചരിത്രമാണ് കേരളത്തിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും മനുഷ്യരെയും വായനയും എല്ലാം വേറൊരു രൂപത്തിലേക്ക് ആക്കിയതിൽ പങ്കുവഹിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്, നമ്മൾ ഈ മിഷണറിമാർ മാത്രമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ മേഖല നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉണ്ട് നമ്മുടെ മുൻപിൽ. ഉയർന്ന സാക്ഷരതാ നിരക്കുണ്ട്, ലിറ്ററസി റേറ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ളതുകൊണ്ട്, സ്ത്രീകളുടെ ലിറ്ററസി റേറ്റ് കൂടുതലുണ്ട്, സ്കൂളുകളുടെയും കോളേജുകളുടെയും എണ്ണം കൂടുതലാണ് നമ്മുടെ മുൻപിൽ.
അപ്പൊ ഇതിന് മിഷണറിമാരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അങ്കിൾ കാണുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലെല്ലാം ഇന്നത്തെ ഏറ്റവും ഇവിടുത്തെ കണക്കനുസരിച്ച് 65% വിദ്യാഭ്യാസ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസ്, ക്രൈസ്തവ പ്രവർത്തകരാണ് നടത്തുന്നത്. ആതുര രംഗത്ത് 81% ക്രൈസ്തവ പ്രവർത്തകരാണ് നടത്തുന്നത്. എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് ആ സ്കൂളുകളൊക്കെ കത്തിക്കുക. ഉത്തർപ്രദേശത്തിലെ നമ്മുടെ 3 സ്കൂളുകൾ കത്തിച്ചു. മണിപ്പൂരിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളൊരു മാർച്ച് നടത്തി. അപ്പോൾ ഒരു 92 വയസ്സുള്ള ഒരു കന്യാസ്ത്രീ അമ്മ വന്നിരുന്നു. ആ മാർച്ച് ചോദിച്ചു, മകനെ, എൻ്റെ അടുത്ത്, മോനെ, 13ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്നതാണ്. ഞങ്ങൾക്ക് 6 സ്കൂളുണ്ട്, 3 സ്കൂൾ അവർ ഞാൻ കത്തിച്ചു. എത്രായിരം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന. ഇതാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ അവർക്ക് വേണം. ഈ അഡ്മിഷൻ കാലത്താകുമ്പോൾ ഈയിടെ ഒരു ഡൽഹിയിൽ നിന്ന് വലിയൊരു നേതാവ്, എന്നെ അറിയത്തില്ല, എങ്ങനോ എന്നെ വിളിച്ചിരിക്കുന്നു, നിനക്കറിയാം, ക്രൈസ്റ്റ് കോളേജിലെ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കണം. അന്നേരം നമ്മളെ വേണം. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ സകല വിദ്യയുടെ ആധാരമായ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരമാകുന്നു എന്ന് പറയുന്നു. നമ്മളെ കത്തിക്കണം. ഇതെന്തൊരു വിരോധാഭാസമാണിത്. അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു വലിയ കത്തോലിക്കരേക്കുള്ള എല്ലാവരും തിരുമേനിമാരുടെ സദസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ആശുപത്രികളിലും സ്കൂളുകളിലും യേശു രക്ഷകനെന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ, ബൈബിൾ കൊടുക്കാൻ കഴിയുന്നതിൽ പൂട്ട്. അതിൻ്റെ ആവശ്യമില്ല, പൂട്ടുക. എന്തിനാ? യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വി ഡോണ്ട് കോംപ്രമൈസ് ഓൺ ദിസ്. വി കമ്മ്യൂണിക്കേറ്റ്. വി ഹാവ് സ്കൂൾസ്, വി ഹാവ് കോളേജസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് വർക്ക് ടു ടെൽ ദാറ്റ് ജീസസ് ലവ്സ് യു. നത്തിങ് എൽസ്. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇന്ന് നമ്മൾ സ്കൂളുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്കൂളുകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. നോർത്ത് ഇന്ത്യ, ഇത് മിഷണറി കോൺഫറൻസ് ആണല്ലോ, നോർത്ത് ഇന്ത്യ UP വേണ്ട എങ്കിൽ കർത്താവ് പറയുന്നു, പൊടി തട്ടിയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോവുക. ഞാൻ 7 സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റിലുള്ളത് ഞാൻ പറയട്ടെ. 7 സംസ്ഥാനങ്ങൾ അവിടെ നിങ്ങളെ തുറഞ്ഞിരിക്കുകയാണ്. അവിടെ നമുക്ക് പോകണം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസ് ആയിട്ട് പോകുക. അവിടെ കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ പഠിപ്പിക്കുക, ട്യൂഷൻ പഠിപ്പിക്കുക, ഈ മാതിരി കാലം ചെന്ന് അവിടെ ബൈബിളും പഠിപ്പിക്കാം. അവർ ഒരു 95% നാമധേയ ക്രൈസ്തവരാണ്. ദേ ആർ ഓപ്പൺ. ദേ ഹാവ് ബീൻ കോളിംഗ് us. അപ്പം നോർത്ത് ഈസ്റ്റ് നമുക്കൊന്ന് ഏറ്റെടുക്കാം. നോർത്ത് ഇന്ത്യ വേണ്ട എങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് എടുക്കാം. നിങ്ങൾ പ്രൊഫഷൻസ് ആയിട്ട് പോവുക. ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ, മിഷണറിമാരെ വേണം. ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി ബട്ട് ലേബറേഴ്സ് ആർ ഫ്യൂ. മലയാളികളെ, ഈ പീഡനം വരുന്നത് നിങ്ങളെ ഒന്ന് ഇഴക്കാനാണ്. ഇവിടെ നമുക്ക് ഒരു കുഴപ്പവുമില്ല. നോർത്ത് നോക്കുക, നമ്മുടെ 800 പേരാണ് കിടക്കുന്നത് ജയിലിൽ, ഒരു നേരത്തെ ആഹാരമില്ലാതെ. ഞാൻ അവിടെ പോകുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. യുവതിയുവാക്കന്മാരെ, നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, കാര്യങ്ങൾ, വിദ്യാഭ്യാസം തന്ന മിഷണറിമാർക്ക് വേണ്ടി ഒരു നന്ദി നമ്മൾ കരയറ്റണം. നാം എന്തു ചെയ്യണം? നമുക്കതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ രംഗത്ത് എവിടെയെല്ലാം സ്കൂളുകൾ തുറക്കാമോ, എവിടെയെല്ലാം ട്യൂഷൻ തുടങ്ങാമോ, നമുക്കതിനുള്ള ഒരു പുതിയ ഉത്തേജനം ദൈവം നൽകട്ടെ. മിഷണറിമാരുടെ പ്രവർത്തകർക്കായിട്ട് നന്ദി പറയുന്നു. ഇവിടെ NLCയുടെ തന്നെ നിർമ്മാണം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നമ്മൾ വെറുതെ ഭാഷ മാത്രം ഉപയോഗിക്കില്ല, അവിടെയെല്ലാം നമ്മൾ സ്കൂളുകൾ തുടങ്ങിയാണ്. സ്കൂളുകൾ തുടങ്ങുന്നു. കാരണം ഭാഷ പഠിപ്പിച്ച് അവരെ സ്കൂളിൽ അഭ്യസ്ത വിദ്യരാക്കുന്നു. സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തുന്നുണ്ട്. ഒരു കഥ മാത്രം പറയുകയാണ്. ബസ്തറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവം നടക്കുന്ന ഛത്തീസ്ഗഡ് ബസ്തറിൽ ഒരു ബാബു തോമസ് ഉണ്ട്, ഗാന്ധിക്കാരുണ്ട്. പുള്ളിക്കാരൻ 2 പേരും MA ലിംഗ്വിസ്റ്റിക്സുകാരും PhD-കാരും ആന്ത്രപ്പോളജിസ്റ്റുമാണ്. 32 വർഷം മുമ്പേ അവിടെ പോയി. അവിടെ ഹൽബി ഭാഷയിൽ ഭയങ്കര പരിവർത്തനമാണെന്ന്. ഇന്ന് ഹൽബി ഭാഷയുടെ കൺസൾട്ടൻ്റാണ്, ഗവൺമെൻറ് കൺസൾട്ടൻ്റാണ് ബാബു, ബൈബിൾ ട്രാൻസ്ലേറ്ററാണ്. അവിടെ സ്കൂളുകൾ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എഴുതാൻ പോയപ്പോൾ ഒരു കണ്ടക്ടറാണ് ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് കണ്ടക്ടറായത്? അദ്ദേഹം പറഞ്ഞു, ബാബു അയ്യ നിങ്ങളുടെ കേരളത്തിൽ നിന്ന് വന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ് പഠിച്ചു. ഹൽബി ഭാഷകളിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടില്ല. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ട് ഞാൻ കണ്ടക്ടറായി. അത് മാത്രമല്ല, അന്ന് മാർവാടി എനിക്ക് 1 കിലോ സാധനം തരേണ്ടതിന് വരെ 100 ഗ്രാം തന്നിട്ട് 1 കിലോ തരും. 100 രൂപ തരേണ്ടതിന് വരാൻ 10 രൂപ തരും. ഇങ്ങനെ ഞങ്ങളെ കളിപ്പിച്ചിരുന്നു. ബാബു അയ്യ ബൈബിൾ ട്രാൻസ്ലേഷൻ വന്നു, ഞങ്ങൾക്ക് ബൈബിൾ തന്നു, യേശുവിനെ തന്നു, വിദ്യാഭ്യാസം തന്നു, ഞങ്ങളെ ശാക്തീകരിച്ചു. അതുകൊണ്ട് സമൂല പരിവർത്തനം വരുന്നുണ്ട്. ഇന്ന് ഞാൻ ജോലിയുള്ളവനാണ്. ഇതാണ് വിദ്യാഭ്യാസം ചെയ്തത്, ഇതാണ് മിഷണറിമാർ ചെയ്തത്.
നമ്മൾ അവസാന ചോദ്യത്തിലേക്കാണ് വരുന്നത്. ചരിത്രമെന്ന വിഷയം മറ്റ് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരുമായി കൂടുതൽ ഇടപെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭരണകർത്താക്കളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭരണം കിട്ടുന്ന ആദ്യം ചെയ്യുന്ന ഒരു രീതി ഒരു ചരിത്രം എഴുതുക എന്നുള്ളൊരു രീതി വരുന്നു. രണ്ടാമത് അവർ പാഠപുസ്തകങ്ങൾ തിരുത്തുന്ന ഒരു പ്രവണതയും നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് വ്യാപകമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ തിരുത്തപ്പെടുന്നത്. നിലവിലുള്ള തെളിവുകളുള്ള ചരിത്രങ്ങൾ മായ്ച്ചു കളയുകയും അതിന് പകരമായി മറ്റ് പലതരത്തിലുള്ള കപട ചരിത്രങ്ങൾ കൊണ്ടുവരികയും ക്രിസ്ത്യാനികളുമൊക്കെ മിഷണറി പ്രവർത്തകരെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയുകയും അവരുടെ ഒന്നും ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ NCERTയുടെ ടെക്സ്റ്റുകളൊക്കെ അവർ പരിപൂർണമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായിട്ടുള്ള ചരിത്രങ്ങൾ കൊണ്ടുവരികയും ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയാണ് മിഷണറി പ്രസ്ഥാനങ്ങളുടെ ഹിസ്റ്ററിയും അതുപോലെ ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു ചരിത്രം. അതിനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങളൊക്കെ ആളുകൾ എഴുതുന്നൊക്കെ ഉണ്ട്. എങ്കിലും കേന്ദ്ര സർക്കാർ അത് തുടർന്ന് വരികയാണ് നമ്മൾ കാണുന്നത്. അതേസമയം നമ്മൾ മിഷണറിമാരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഒരു സമ്പ്രദായമാണ് ആരംഭിച്ചത്. നമ്മൾ ഇന്ത്യ എമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും തന്നെ അവരൊരു പുതിയ രീതിയിലുള്ള ഒരു പഠിപ്പിക്കൽ സമ്പ്രദായം തുടങ്ങുന്നു. സിലബസും അതിനനുബന്ധമായിട്ടുള്ള ചില പലതരത്തിലുള്ള പുസ്തകങ്ങളും രചനകളും പാഠപുസ്തകങ്ങളും തന്നെയാണ് മിഷണറിമാർ ആ കാലങ്ങൾ മുതൽ തന്നെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഭരണം കിട്ടിയ ആളുകൾ അതിനെ പരിപൂർണമായി റദ്ദാക്കുകയും ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു കോൺട്രാഡിക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം അന്ന് അധികാരവും പവറും ഉണ്ടായിരുന്ന മിഷണറിമാർ എങ്ങനെയാണോ ജനങ്ങളെ പഠിപ്പിക്കാൻ സേവിക്കാൻ തീരുമാനിച്ച് പ്രവർത്തിച്ചത് അതിന് വിരുദ്ധമായ ഒരു രീതിയിലല്ല ഇന്നത്തെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും. ഇതിനെ എങ്ങനെയാണ് നോക്കുകയാണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഈ ക്രിസ്ത്യാനികളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഇവരുടെ പഠിപ്പിക്കലുകളെ എങ്ങനെയാണ് ബ്രദർ നോക്കിക്കാണുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു ഈ മിഷണറിമാർ വന്നിട്ട് അവർ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ആണ് ഇവിടെ നടത്തിയതെന്ന് പറഞ്ഞു. ഇന്ന് ഈ സംഘപരിവാർ സർക്കാർ അറിവിൻ്റെ മതവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജനാധിപത്യവൽക്കരണമല്ല. ഈ ഐതിഹ്യങ്ങൾ പലതും ചരിത്രം എന്നുള്ള നിലയിലൊക്കെയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ശത്രുപക്ഷത്തായിട്ട് ഈ ക്രിസ്ത്യാനികൾ നശിപ്പിച്ചു, ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ അത് സത്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ നശിപ്പിച്ചത് മിഷണറിമാർ തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരം ഏത് വിധത്തിലുള്ളതാണെന്ന് നമ്മൾ ചരിത്രം നോക്കിയാൽ അറിയാം. ഇവിടെ ഇതിന് മുമ്പത്തെ സെഷനിൽ പലരും അത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അടിച്ചമർത്തുന്ന ഒരു സംസ്കാരം, സ്ത്രീകളെയൊക്കെ വീട്ടിനകത്ത് തന്നെ തളച്ചിടുന്നൊരു സംസ്കാരം. അപ്പം അങ്ങനെയുള്ള സംസ്കാരം ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ് ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ്. അത് സത്യം തന്നെയാണ്. അപ്പം ഇവര് ചരിത്രത്തെ വളച്ചൊടിക്കുകയും മറ്റു പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. പിന്നെ സിലബസ്, പാഠപുസ്തകങ്ങളിൽ ഈ മാറ്റങ്ങൾ കേരളത്തിലധികം മാറ്റം കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിലും മറ്റു പലയിടങ്ങളിലും എല്ലാം ആ മാറ്റം വളരെ ശക്തമാണ്. സിലബസുകളിലും മറ്റുമൊക്കെ ഉണ്ട്. ഇത് താൽക്കാലികം മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ. കാരണം ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ, ഇൻ്റർനെറ്റ് യുഗമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിനെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവർ ഈ പറയുന്നതൊന്നുമല്ല വസ്തുത എന്ന് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ മിഷണറിമാർ കൊണ്ടുവന്ന മെത്തേഡുണ്ട്, ഒരു പഠന രീതിയുണ്ട്. ആ പഠന രീതിയെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവർ മതപരമായ വിധത്തിൽ എന്തൊക്കെ അതിനകത്ത് കുത്തിക്കയറ്റി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഈ നാടിനെ നശിപ്പിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിലനിൽക്കുന്ന മാറ്റങ്ങളല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും തിരിഞ്ഞു വരും. സത്യം എന്താണോ അത് വെളിപ്പെട്ട് വരും, അതുറപ്പാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, മതപരമായിട്ടുള്ള ചില ലാഭത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ക്രൈസ്തവരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് അലസരായിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ തുടങ്ങിയത് ആരാണെന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ സാവിത്രിബായിയുടെ പേരാണ്. 1848
പക്ഷെ അതല്ല വസ്തുത. 1818 തന്നെ ബംഗാളിൽ, അതേ കാലഘട്ടത്തിൽ 1818 തന്നെ കേരളത്തിലും ഈ രണ്ടിടത്തും ഗേൾസ് സ്കൂൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് വസ്തുത. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ധാരാളം ആർട്ടിക്കിളുകൾ അവരുടെ ആളുകൾ എഴുതിയിടുന്നുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മിഷണറിമാർക്ക് പോകാതിരിക്കാൻ വേണ്ടി വ്യാജമായിട്ട് ബ്ലോഗുകളും മറ്റുമൊക്കെ തുടങ്ങിയിട്ട് ധാരാളം ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഗൂഗിൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ മൊത്തം പരിശോധിച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് ആൻസർ തരുന്നത്. അപ്പോൾ കൂടുതലും കാണുന്നത് ഇതാണ്, 1848 ഇവർ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വരുന്നു. അപ്പോൾ ഇതിനെ മറികടക്കാൻ നമുക്ക് പറ്റും. നമുക്കെങ്ങനെ പറ്റുന്നത്? സത്യമായ കാര്യങ്ങൾ നമ്മൾ എഴുതാൻ തയ്യാറാകണം, നമ്മൾ സംസാരിക്കാൻ തയ്യാറാകണം. ബ്ലോഗുകളൊക്കെ തുടങ്ങാം. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ കൂടുതൽ ചരിത്ര വസ്തുതകൾ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ, ഈ AI-നോടൊക്കെ ചോദിച്ചാൽ, AI പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നത് മറ്റവന്മാർ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. പക്ഷേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ AI പരിശോധിക്കുമ്പോൾ അതും കിട്ടും. അപ്പോൾ റിസൾട്ടായിട്ട് പിന്നെ വരുന്നത് അതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ മറികടക്കാനായിട്ട് സാധിക്കും. ഇവരുടെ വ്യാജങ്ങളെല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് കാലത്തിൽ ഈ രീതിയിൽ മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അലസരാണ്. പല കാര്യങ്ങളും മിഷണറിമാർ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് എന്താണ്, വളരെ അജ്ഞരാണ് നമ്മൾ പല കാര്യങ്ങളിലും. ഇപ്പോഴാണ് സത്യത്തിലായി 2010 ശേഷമാണ് കുറച്ചെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത് ആദ്യമേ ചെയ്യേണ്ടതാണ്. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഇത്രമാത്രം ഇവർക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രചരണത്തിനുള്ള അവസരമൊന്നും കിട്ടില്ലായിരുന്നു. ജനങ്ങളെ ഇതേപോലെ കബളിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ്, നമ്പർ 1 ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പറച്ചിലും മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കണം. തമിഴ്നാട്ടിലൊക്കെ മിഷണറിമാരുടെ ശിലകളുണ്ട്, പ്രതിമകളുണ്ട്, സ്റ്റാച്യു ഉണ്ടെന്ന് മാത്രമല്ല, അവരുടെയൊക്കെ ജന്മദിനത്തിന് അവിടുത്തെ മന്ത്രിമാരടക്കം വന്നിട്ടാണ് അവിടെ പുഷ്പാർച്ചനയും മറ്റുമൊക്കെ നടത്തുന്നത്. അപ്പം ഇത് നമുക്കൊരു അതിന് രാഷ്ട്രീയം, വോട്ട് ബാങ്ക് എന്തൊക്കെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ കാണുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കും, മുതിർന്നവരോട് ചോദിക്കും, ഇത് ആരുടെ പ്രതിമയാണ്, എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവുണ്ട്. അത് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പതിയും. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ അവിടെ അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്നോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ വസ്തുതകൾ പറയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇവരുടെ ഈ കള്ളത്തരങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ച്, ഈ സംഘപരിവാർ പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ശത്രുപക്ഷത്ത് നിർത്തിയാലേ അവർക്ക് എല്ലാം കൊണ്ടും വിജയം ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയമായിട്ടോ അല്ലാതെയും ഒക്കെ അവർക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ നമ്മളെയൊക്കെ ശത്രുപക്ഷത്ത് നിർത്തണം. അതിനു വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറയും. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ മതി. നമ്മൾ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല. ഉള്ള സത്യം ചരിത്രത്തിലേക്ക് പോയി അന്വേഷിച്ച് നമുക്ക് കിട്ടുന്ന സത്യം നമ്മൾ തുറന്നു പറയാൻ തയ്യാറാവുക എന്നുള്ളത്, അതിന് ധൈര്യം കാണിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ അമിത്ഷാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് കാഞ്ചായിലയ്യ പറഞ്ഞൊരു മറുപടി ഉണ്ട്, കേട്ടിരുന്നു. കാഞ്ചായിലയ്യ പറഞ്ഞു, ഈ സമുദായത്തിൽ നിന്ന് 10% പേരെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സമുദായം മൊത്തം നേരെയാവുമെന്നാണ് പറഞ്ഞത്. 10% പേരെങ്കിലും. അത് ഏതൊരു സമൂഹത്തിൻ്റെ കാര്യത്തിൽ, ഏതൊരു സഭയുടെ കാര്യത്തിലായാലും അത് തന്നെയാണ്. ആ ഒരു സഭയിലെ മൊത്തം അംഗങ്ങളിൽ 10% പേർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണം ഉണ്ടാകും. ആ ഗുണം എന്ന് പറയുന്നത് ആത്മീയമായതും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. കാരണം ഇംഗ്ലീഷിലൊക്കെ ധാരാളം പുസ്തകങ്ങൾ, കമൻട്രികൾ പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ബൈബിൾ ക്ലാസ്സിലും മറ്റുമാക്കി അത് ആ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ സഭയുടെ കാര്യം പറയാം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഇതൊരു കുഗ്രാമമാണ്. അവിടെയുള്ള വിശ്വാസികളെല്ലാവരും കൂലിപ്പണിയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്, സാധാരണക്കാരാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊന്നും ആരുമില്ല അവിടെ. പക്ഷെ ഞങ്ങളിപ്പോൾ തുടങ്ങിയൊരു പരിപാടിയുണ്ട് ഞങ്ങളുടെ സഭയിൽ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 4:30 വരെയുള്ള സമയം ഞങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഒരു സഹോദരൻ ഞങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് വന്നു. അദ്ദേഹം അത് പഠിപ്പിക്കുന്നു, ഞങ്ങളെല്ലാം പഠിക്കുന്നു. അതിൻ്റെ ഗുണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിളെല്ലാം ഞങ്ങളിപ്പോൾ വായിക്കുകയും എല്ലാവരും, അതായത് കൂലിപ്പണിക്കാരായ ആൾക്കാരാണ്. പക്ഷേ ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മാറ്റം ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ സഭയിൽ തന്നെ ഇതൊക്കെ തുടങ്ങണം. ഇപ്പോൾ എത്രയോ പേര് ഇംഗ്ലീഷ് അറിയാവുന്ന എത്രയോ പേര് ഇവിടുത്തെ സഭകളിലുണ്ട്. അത് തയ്യാറാകണം. ഞങ്ങളുടെ സഭയിലുള്ളവരെ ഞാൻ പഠിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കണം.
അതങ്ങനെ എല്ലാ സഭകളിലും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ കുറഞ്ഞത് 2 ഭാഷ, മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായിട്ട് തീരും. അത് എല്ലാ വിധത്തിലും അവർക്ക് ഗുണകരമായിട്ട് തീരുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഓക്കെ, ഇതിനോട് അനുബന്ധമായ ഒരു പോയിന്റോടൊന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തന്നെ തല്ലുന്നു എന്നുള്ളൊരു സൂചന പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു സാമൂഹ്യശാസ്ത്രപരമായ കാരണം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ആര് പറഞ്ഞാലും വളരെ പെട്ടെന്ന് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായി മാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അവരിന്നും പരിപൂർണമായി അസ്വസ്ഥരായിട്ടുള്ളവരും പരിപൂർണമായി എല്ലാ മേഖലകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ജാതി കൊലപാതകങ്ങളും അതുപോലെ ഉണ്ടാകുന്ന ജാതിയുമായി ബന്ധപ്പെട്ട പീഡനങ്ങളുടെയും എണ്ണം എല്ലാം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 100,000 ആയിരക്കണക്കിന് കേസുകളാണ് ഇന്ത്യയിൽ ഓരോ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്ന ഒരിക്കലും ബ്രിട്ടീഷുകാരോ ആഫ്രിക്കക്കാരോ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന മനുഷ്യന്മാരോ ഒന്നുമല്ല, ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് അവരെ ഉപദ്രവിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇത്തരത്തിലുള്ളൊരു ചോദ്യം, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും അവരുടെ ജീവിതം ഒരു സാമൂഹ്യ അന്തസ്സിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ക്രമത്തിലേക്കും എല്ലാ മനുഷ്യന്മാരും തുല്യരാണ് എന്നൊരു ബോധത്തിലേക്കും ഒന്നും ഇന്ത്യയിൽ എല്ലാവരും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ആദിവാസി മേഖലകളിൽ വീണ്ടും വീണ്ടും ക്രൈസ്തവ മിഷണറിമാരുടെ ആവശ്യം നമുക്ക് ഉണ്ടായി വരുന്നത്. ഒരേ സമയം മിഷണറിമാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ മിഷൻ പ്രസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ചില കുടിയേറ്റ പ്രസ്ഥാനങ്ങളും കുടിയേറ്റ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് യാതൊരു തർക്കവുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ച്. അവർ ഇന്ത്യയിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്നതാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവരെ ഇന്ത്യക്കാരായിട്ടോ അല്ലെങ്കിൽ ഒരു പൗരന്മാരായോ തുല്യരായോ ബാക്കിയുള്ള ആളുകൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ആ ഒരു കാരണത്താൽ അവർ അസ്വസ്ഥരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കൂടെ അത് തിരിച്ചറിയേണ്ടത്. ഇതൊരു ആൻസർ രീതിയിലാണ് പറഞ്ഞതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ത്യ വിടുന്നു? അത് കാരണക്കാരൻ ബാബു വർഗീസ അല്ലേ? 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകി പോകട്ടെ. ഞാൻ പറയുന്നത് എല്ലായിടത്തും പോട്ടെന്ന്. കർത്താവ് എന്താ പറഞ്ഞത്? ഭൂമിയുടെ അറ്റത്തോളം പോട്ടെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലും പോകട്ടെ. എവിടെയെങ്കിലും പോയി അവിടെ ആരായിരിക്കണം? ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണം. അത്രയേ ഉള്ളൂ. നമ്മൾ ലോകത്തെ ദ ലോർഡ് ഗീവ്സ് ദി പ്രൊമോഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. നമ്മുടെ കർത്താവാണ് തീരുമാനിക്കുക ഞാൻ എവിടെയാണെന്നുള്ളത്. ലോകത്തിലെല്ലായിടത്തും പോകട്ടെ, അധ്വാനിക്കട്ടെ. അവിടെ അലാസ്കയിൽ പോകട്ടെ, അലാസ്കയിൽ ഒരു കർത്താവിൻ്റെ വേലക്കാരനായിട്ട് പോകട്ടെ. അതുകൊണ്ട് ഈ ബ്രെയിൻ ഡ്രെയിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്ന പിള്ളേർ പോകട്ടെ, പോകത്തോട് ആരും വിഷമിക്കണ്ട. കുറച്ച് വോട്ട് ബാങ്കിനായി പറയുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ പിള്ളേർ ഇവിടെ നിന്ന് കിടന്ന് നരയിക്കാതെ ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി യേശുവിൻ്റെ സാക്ഷിയാകട്ടെ. ഇന്ന് വൺ തിങ്, ഒരു കാര്യം അറിയാമല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ യേശുവിൽ വിശ്വസിക്കുന്നത് ഗൾഫിലെ ആൾക്കാരാണ്. അമേരിക്കയിലെ ഹിന്ദുക്കൾ ധാരാളം വിശ്വാസി വന്നുകൊണ്ടിരിക്കുക. നിർത്താമെങ്കിലോ ഒന്ന് നിർത്ത്. ഞാൻ ഇവിടുത്തുകാരോട് ചോദിക്കാം, നിർത്താമെങ്കിൽ നിർത്ത്. ചുമ്മാതാന്നേ. സുവിശേഷം അറിയിക്കാൻ നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ നല്ലതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആർക്കും വിഷപ്പെടേണ്ട, ഒരു വിഷമിക്കേണ്ട. ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി ചന്ദ്രനിലൂടെ ഒരാളെ അയക്കുക. അവിടെ ചന്ദ്രനിൽ പോയ 2-3 പേര് സുവിശേഷം അവിടെ പറഞ്ഞത്. ലോകം മൊത്തം അവർ തിരിച്ചും വന്ന് സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ പോട്ടെ, ആർക്കും വിഷമിക്കണ്ട കേട്ടോ. എവിടെല്ലാം അവസരങ്ങൾ കിട്ടോ പോട്ടെ. പക്ഷേ അവിടെ പോയി യേശുവിൻ്റെ സാക്ഷ്യമാകുക, ഇവിടെയും സാക്ഷ്യമാകുക. നത്തിങ് എൽസ്. കർത്താവ് വരാൻ പോവുക. അടുത്ത ഞാൻ സംസാരിക്കാൻ പോവുക. അതാണ് അടുത്ത വിഷയം. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റാണ്. എല്ലാവരും ഇരിക്കുക. അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ ഡോൺ വറി. അതാണ് ഇവിടുത്തെ ചോദ്യം. ബ്രെയിൻ ഡ്രെയിൻ ഡോൺ വറി. പോകട്ടെ, നമുക്ക് പോകാം, ലോകമെങ്ങും പോകാം. കൂടുവിൻ ക്രിസ്തുവിൽ ധീരാ സേനകളെ, കൂടിയും തൻ അനുയായികളെ, എന്തിനു ഭീതി? ജയിക്കും നാം, ജയിക്കും നാം, ജയിക്കും നാം.